യെസ് +1 എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നമ്മൾ ആൾറെഡി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വൺ ഡയമെൻഷനകത്ത് വെക്ടർ വരുന്നുണ്ടെങ്കിലും വെക്ടർ എന്ന് പറയുന്ന ടോപ്പിക് ഇതിന് ശേഷം നമ്മൾ എടുക്കും. പക്ഷെ വെക്ടർ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം, ഇതിനകത്ത് വെക്ടർ ആവശ്യമാണ്. നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ദറ്റ് ഈസ് വൺ ഡയമെൻഷണൽ മോഷൻ. ഒരു പാർട്ടിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്നു. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറയുന്നത് ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ ഉണ്ട്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, നമുക്ക് ഇതിനകത്ത് 2-3 കാര്യങ്ങൾ ആദ്യമേ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന്, പൊസിഷൻ എന്താണ്? What is position? When a particle is moving along a straight line, that is, when a particle is moving in the x direction, then its position is normally represented by x. If a particle is moving in the y direction ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ its position is normally represented by y. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, that is, when a particle is in motion, its position is continuously changes with respect to time. ടൈമിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. Therefore, normally when a particle is moving in the xy plane is normally represented by x of t. x of t എന്ന് എഴുതിയാൽ x into t എന്നല്ല. This is called the position of the particle is a function of time. That means when time changes, position of the particle is also changes. അതുകൊണ്ട് നമുക്ക് പൊസിഷനെ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് x of t അല്ലെങ്കിൽ y of t എന്നായിരിക്കും. ഇതാണ് പൊസിഷൻ. ഇനി അടുത്ത നമുക്കറിയേണ്ടുന്ന കാര്യം, വാട്ട് ഈസ് ഡിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നമ്മൾ പറയുന്നത്, ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടു. ഇതിനകത്ത് ഞാൻ 0 എന്ന് മാർക്ക് ചെയ്തു. 1 2 3 4 5 6 എക്സെട്ര. ഇവിടെ ഇനിഷ്യലി സപ്പോസ് എ പാർട്ടിക്കിൾ ഈസ് അറ്റ് ദിസ് പൊസിഷൻ, ദാറ്റ് ഈസ് കാൾഡ് x of 0. ദാറ്റ് ഈസ് നമ്മൾ ഒബ്സർവേഷൻ തുടങ്ങുന്ന ടൈമിന് പറയുന്നവരാണ് 0 ടൈം. അല്ല, 0 ടൈമിന്റെ ഒറിജിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിന് നമ്മൾ പറയുന്നവരാണ് 0. അപ്പൊ ഇനിഷ്യലി ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് ദിസ് പൊസിഷൻ. അത് കഴിഞ്ഞപ്പോൾ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് ആഫ്റ്റർ എ ടൈം ഓഫ് 3 seconds, particle is at this position, that is, it is represented by x of 3. അപ്പോൾ ഇതിനകത്ത് എന്ത് മനസ്സിലായി? The time taken to travel from here to here is equal to 3 seconds. ഇവിടെ നമുക്ക് രണ്ട് ഇതാണ് ചോദിക്കുക. What is distance? Distance is the total length of the path traversed by the body is called distance. ഈ ലെങ്തിന്റെ പാത്തിന്റെ ലെങ്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. ഞാൻ ഇത് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഒരു 15 മീറ്റർ ഉണ്ടെന്ന് കരുതുക. Here the distance traveled is equal to 15 meter. But displacement എന്താണെന്ന് വെച്ചാൽ it is the shortest distance from initial position to final position. ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്ക്. അതിന്റെ അർത്ഥം there is a direction. ഡയറക്ഷൻ വന്നാൽ അയാൾ എന്ത് എന്ന് പറയും? നമ്മൾ വെക്ടർ എന്ന് പറയും. അപ്പോൾ ഇതിന് നമുക്ക് ഇതിന്റെ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്ക്, ദാറ്റ് ഈസ് ദർ ഈസ് എ ഡയറക്ഷൻ. ദെയർഫോർ ദിസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സാധനം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം സ്കെലാർ ആണ്, അതിന് ഡയറക്ഷൻ ഇല്ല. ഇതിന് നമ്മൾ പറയുന്നവരാണ്. എങ്ങനെ കണ്ടുപിടിക്കും ഡിസ്പ്ലേസ്മെന്റ്? ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 മീറ്റർ. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു, അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയാമോ? ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ. ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ പറയും എസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ. അതായത് എക്സ് ഓഫ് ടി. നമ്മൾ സാധാരണ ഫൈനൽ ടൈമിനെ ടി എന്നും ഇനിഷ്യൽ ടൈമിനെ 0 എന്നും എടുത്താൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്ന സാറ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി. ഇയാൾ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ.
ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ഡയമെൻഷൻ എന്താണ്? L. രണ്ടുപേരുടെയും ഡയമെൻഷനും യൂണിറ്റും എല്ലാം സെയിം ആണ്. പക്ഷെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ total length of the path traversed by the body and displacement is the shortest distance from initial position to final. That is, it is equal to change in position, that is equal to xt. What is the directional displacement? Directional displacement is from initial position to final. Displacement in the direction initial നിന്നും final ലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെന്റ് ആണോ കൂടുതൽ? ഈ കേസിൽ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഹിയർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്. എന്നാൽ ഒരു പാർട്ടിക്കിൾ നേരെ മൂവ് ചെയ്തു എന്ന് കരുതുക. ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഒരു കാരണവശാലും ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറവ് ആര് വരില്ല? ഡിസ്റ്റൻസ് ട്രാവൽ ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറവ് വരില്ല. ഏറ്റവും മിനിമം വരാവുന്ന ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ പറയും. ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നേരെ തിരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എന്നാൽ ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും കൂടുതൽ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ഡിസ്റ്റൻസ് ഈസ്, നമ്മൾ ആദ്യമേ അതിന്റെ ഡെഫിനിഷൻ പറയണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡെഫിനിഷൻ പറയണം. ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ദ ബോഡി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇവിടെ നിങ്ങളുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മറ്റേ ടോട്ടൽ ലെങ്ത്, പാത്തിന്റെ ലെങ്ത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ്? Displacement is a scalar quantity, but distance is a scalar quantity, but displacement is a vector quantity. പിന്നെ എന്തുകൂടെ പറയണം? The ratio between distance divided by displacement is greater than or equal to 1. അതും കൂടി എഴുതി വെച്ചാൽ this is the. ഇനി ഡിസ്റ്റൻസിന് ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവും നെഗറ്റീവും വരാം. ഇവിടെ നിന്ന് ഇവൻ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ 1 - 6 that is equal to -5. പക്ഷെ ഡിസ്റ്റൻസിന് പോസിറ്റീവോ നെഗറ്റീവോ അല്ല. ഡിസ്റ്റൻസ് ഈസ് ആൾവേസ് പോസിറ്റീവ്. ഡിസ്പ്ലേസ്മെന്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ 4 ഡിഫറൻസും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞാൽ, അപ്പൊ ഡിസ്റ്റൻസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുന്നു. ഇത് ഡിസ്റ്റൻസ്, ഇത് ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ദ ബോഡി, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. രണ്ടാമത്തത് there is no direction. ഇവിടെയാണെങ്കിൽ there is a direction. ഇതെന്ന് പറയുന്ന മൂന്നാമത്തെ എന്താണ്? this is always positive. this may be positive or negative. പിന്നൊരെണ്ണം കൂടെ പറയാം. the ratio between the distance and displacement is always greater than or equal to 1. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാം. അപ്പൊ ഞാൻ അത് വിട്ടു. നമ്മുടെ പഴയ കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടെ വരുന്നു. അതവിടെ കിടക്കട്ടെ. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ കഴിഞ്ഞു. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി? ഈ പറഞ്ഞ ഇതിന്റെ ഡിഫറൻസ് എല്ലാം ഓർത്തിരിക്കുക. അത് തന്നെയാണ് ഇവർക്കും. വാട്ട് ഈസ് സ്പീഡ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ നമ്മൾ പറയുന്ന പേരാണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. And velocity is equal to displacement divided by time. അപ്പോൾ വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടാണ്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി? ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷൻ. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് സ്പീഡ്? സ്പീഡിന് ഡയറക്ഷൻ ഇല്ല. അപ്പൊ സ്പീഡ് ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നമുക്ക് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ത് പറയാം? Speed is a distance by time. Velocity is a displacement by time. Speed is always positive. Speed is scalar. Velocity is vector. Speed is always positive. Velocity may be positive or negative. And ratio between speed and velocity is always greater than or equal to 1. പഴയത് തന്നെ. നമ്മൾ സ്പീഡിന്റെയും അതിന്റെയും പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും ഇയാൾക്കും പറയാൻ പറ്റും. നമ്മൾ ഇനി ഇവിടെ സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ എന്താണ്? LT⁻⁻1. ഡയമെൻഷൻ ഒക്കെ ഓർത്തോണം, നമ്മൾ നേരത്തെ പഠിപ്പിച്ചതാണ്.
വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു LT⁻⁻1 തന്നെ. ഇത് സിമിലാരിറ്റി. അങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, സ്പീഡ് എന്താണ്, വെലോസിറ്റി. ഇനി വെലോസിറ്റികളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് തുടങ്ങുന്നത്. വെലോസിറ്റിയെ കുറിച്ചാണ്. നമ്മളപ്പോൾ വെലോസിറ്റി പറഞ്ഞു. വെലോസിറ്റി, വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. എന്നിട്ട് നമ്മൾ ഇവിടെ എഴുതി വെലോസിറ്റി V is equal to x of t minus x of 0, final position minus initial position by time. Therefore, it is called change in position by time. Velocity is equal to change in position by time, and its unit is equal to meter per second. And dimension is equal to LT⁻⁻1. ഈ വെലോസിറ്റി നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 ടൈപ്പ് വെലോസിറ്റി ഉണ്ട്. ഏതൊക്കെയാണ് 4 ടൈപ്പ് വെലോസിറ്റി? 1, യൂണിഫോം വെലോസിറ്റി. 2, ആവറേജ് വെലോസിറ്റി. 3, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. And the 4th one, relative velocity. നമുക്ക് ഓരോ വെലോസിറ്റികളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ യൂണിഫോം വെലോസിറ്റി എന്താണ്? പേരിനകത്ത് തന്നെ ഉണ്ട്, വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഇഫ് എ പാർട്ടിക്കിൾ ട്രാവൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓരോ പർട്ടിക്കുലർ ടൈമിലും അവൻ സഞ്ചരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിരിക്കണം. ഇവൻ 3 സെക്കൻഡ്സിൽ 15 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത 3 സെക്കൻഡ്സിലും 15 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത 3 സെക്കൻഡ്സിലും 15 മീറ്റർ സഞ്ചരിച്ചു. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയും? ഇവന്റെ വെലോസിറ്റി ഈസ് ഈക്വൽ 15 ഡിവൈഡഡ് ബൈ 3. ഇവിടെയും 15 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് ഹിയർ 15/3, ദാറ്റ് ഈസ് ഈക്വൽ 5 മീറ്റർ പെർ സെക്കൻഡ്. അതിന്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ അർത്ഥം ദാറ്റ് പാർട്ടിക്കിൾ ട്രാവൽ 5 മീറ്റർ ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ 5 മീറ്റർ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ യൂണിഫോം വെലോസിറ്റി ഇങ്ങനെ പോവുകയാണ്. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ 5 മീറ്റർ പെർ സെക്കൻഡ്. അതിന്റെ അർത്ഥം ആദ്യത്തെ സെക്കൻഡിൽ 5 മീറ്റർ, നെക്സ്റ്റ് സെക്കൻഡിൽ 5 മീറ്റർ. അപ്പോൾ പറയാം വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് വെലോസിറ്റി V ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ഒരാൾ ചോദിക്കാണ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ്? നമ്മൾ പറയും 5 × 1. What is the displacement in 2 seconds? That is, it is equal to 5 × 2, that is equal to 10. What is the displacement in 5 seconds? 5 × 5, that is equal to 25. What is the displacement in t seconds? That is displacement is equal to velocity into time. Important. When a particle is moving with the uniform velocity, its displacement s is equal to velocity into time. ഒരു പാർട്ടിക്കിൾ യൂണിഫോം മോഷൻ നടത്തുമ്പോൾ അവന്റെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് യൂണിഫോം മോഷൻ മീൻസ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് യൂണിഫോമിൽ, ഒരേ സ്പീഡിൽ ഇങ്ങനെ പോവുകയാണ്. യൂണിഫോം മോഷൻ എക്സാമ്പിൾ അറിയാമോ? നമ്മളൊരു ബസ്സിനകത്ത് കയറിയിരിക്കുമ്പോൾ ആദ്യമേ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവന്റെ സ്പീഡ് കൂടും. പക്ഷെ കുറെ നേരം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും സ്പീഡ് ഒരുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം സ്പീഡ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി മീൻസ് ഇഫ് എ പാർട്ടിക്കിൾ ട്രാവൽ equal displacement in equal intervals of time, then the body is said to be moving with the uniform velocity. അത് കഴിഞ്ഞു. അടുത്തത് ആവറേജ് വെലോസിറ്റി എന്താണ്? ആവറേജ് വെലോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മനസ്സിലാക്കണം. ആവറേജ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ഇതാണ്: ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അന്നേരം ടോട്ടലും കൂടെ വെട്ടിക്കളയരുത്. മുകളിലെ ടോട്ടലും താഴത്തെ ടോട്ടലും കൂടെ വെട്ടിക്കളഞ്ഞിട്ടിരിക്കും. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ. അതിന്റെ അർത്ഥം എന്താണ്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 100 മീറ്റർ ആണെന്ന് കരുതുക. എ ടു ബി 100 മീറ്റർ ആണ്. ഞാൻ ഒരാളെ വിളിച്ചു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, നീ ഒന്ന് ഇവിടെ നിന്ന് അവിടം വരെ പോകണേന്ന് പറയും. ശരി, അവൻ പോവാന്ന് പറയും. അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 9 സെക്കൻഡ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഇങ്ങനെ നടന്ന് ഇവിടെ വന്നു. അവൻ 10 സെക്കൻഡ് എടുത്തു അവിടെ ചെല്ലാൻ. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കും, സാർ ഞാൻ പോയി,
എൻ്റെ ആവറേജ് വെലോസിറ്റി എത്രയാണ് സാർ? ഞാൻ പറഞ്ഞു നിന്റെ ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നിന്റെ ആവറേജ് വെലോസിറ്റി. ഓക്കെ സാർ, ഓക്കെ. ഞാൻ വേറൊരു രണ്ടാമത് സെക്കൻഡ് ബോഡിയെ വിളിച്ചു. സെക്കൻഡ് പേഴ്സണെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് അവിടം വരെ ഒന്ന് സഞ്ചരിക്കണം. ഓക്കെ. അവൻ എന്ത് ചെയ്യുന്നറിയാം? ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം ഓടി ഇവിടം വരെ വന്നു. 9 സെക്കൻഡ്, 1 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തി. 1 സെക്കൻഡ് കൊണ്ട് അവൻ ഇവിടെ എത്തി. അതിനുശേഷം 8 സെക്കൻഡ്സ് അയാൾ അവിടെ വിശ്രമിച്ചു, റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് 1 സെക്കൻഡ് കൊണ്ട് ഇവൻ ഇവിടെ എത്തി. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കണം, സാർ ഞാൻ പോയി സംഭവം എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ ആവറേജ് വെലോസിറ്റി എത്ര സാർ? ഞാൻ പറഞ്ഞു നിന്റെ ആവറേജ് വെലോസിറ്റി, നീ ഇവിടെ നിന്ന് അവിടം വരെ ചെന്നപ്പോൾ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് 100, നീ എടുത്ത ടോട്ടൽ ടൈം 1 + 8 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഉടനെ അവൻ കയറി ചൂടാവും. അതെങ്ങനെ സാറേ അതങ്ങനെ പറയാൻ പറ്റും? ഞാൻ യാത്ര ചെയ്യാൻ 1 സെക്കൻഡ് ഒന്നും 2 സെക്കൻഡ് അല്ലേ എടുത്തുള്ളൂ, ഇടയ്ക്ക് ഞാൻ റെസ്റ്റ് ചെയ്തല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും അറിയണ്ട, നീ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും ആ എൻഡ് പോയിന്റിൽ എത്താനുള്ള അവൻ നമ്മൾ എന്താ നോക്കുന്നതെന്ന് അറിയാമോ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം നോക്കും, പിന്നെ അവനെ മൈൻഡ് ചെയ്യില്ല നമ്മൾ അറിയാം, നമുക്ക് വേണ്ട. അവൻ ചെന്ന് ബിയിൽ ചെന്ന് കയറുന്ന സമയത്ത് സമയം നോക്കും. ഇതിന്റെ ഇടയിൽ അവൻ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തവൻ ഇനി മൂന്നാമതൊരാടത്ത് ഞാൻ പറയാം, തേർഡ് പേഴ്സൺ അടുത്ത് പറയാണ്, നീ ഇവിടെ നിന്ന് അവിടം വരെ പോകണം. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇവിടെ നിന്നിറങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നു 7 സെക്കൻഡ്സ്. അത് കഴിഞ്ഞ് 2 സെക്കൻഡ് ഇവനോട് ഇരുന്നു, 1 സെക്കൻഡ് കൊണ്ട് അവൻ അവിടെ എത്തി. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് ചോദിക്കണം, സാർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ എത്തി, എൻ്റെ ആവറേജ് വെലോസിറ്റി എത്രയാണ്? ഞാൻ പറഞ്ഞു നിന്റെ ആവറേജ് വെലോസിറ്റി 100 ഡിവൈഡഡ് ബൈ 7 + 2 + 1 ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 100 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെ. അതുകൊണ്ട് അവൻ ചോദിക്കും, സാർ ഈ ടൈം എടുത്തോ? ഞാൻ പറഞ്ഞു എടുത്തു. എന്നിട്ട് പിന്നെ ഈ ഡിസ്റ്റൻസ് എടുക്കുക. അവൻ ഇവിടെ ഡിസ്റ്റൻസ് അല്ല, ആവറേജ് വെലോസിറ്റി ആണ്, അതുകൊണ്ട് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് എടുക്കൂ. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് ടൈം നോക്കും, പിന്നെ അവനെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ടൈം നോക്കും. നിങ്ങൾക്ക് പലപ്പോഴും വീട്ടുകാരുടെ നിന്നൊക്കെ വഴക്ക് കിട്ടാറുണ്ട് ഇല്ലേ? പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും പിന്നെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് പോകും. നീയൊക്കെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, 11 മണിയായാലും തൊട്ടപ്പുറത്തെ വീട്ടിൽ ചെല്ലില്ല, വഴി നിന്ന് ഓരോരുത്തരുടെ കാര്യവും പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ വീട്ടുകാരിക്കും നീ 10 മണിക്ക് ഇറങ്ങിയാൽ 11 മണി വരെ അവിടെ ചെല്ലാൻ ഇത്രയും താമസിച്ചത്, കാരണം 11 മണിക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അവനെ ഇവിടെ എത്തി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചെന്ന് വീട്ടുകാർക്ക് അറിയില്ല. അവർ പറഞ്ഞ് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകാൻ ഇത്രയും ടൈം എടുത്ത് എന്തിന് എന്നൊക്കെ ചോദിക്കും. അതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇതിനിടയിലുള്ള അവന്റെ പൊസിഷനോ മോഷനോ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. തുടങ്ങിയത് എവിടെ, അവസാനിച്ചത് എവിടെ, എത്ര സമയം എടുത്തു, അതാണ് ഇത്. അപ്പൊ പക്ഷേ ഈ ആവറേജ് വെലോസിറ്റിയുടെ സ്ഥാനത്ത് ആവറേജ് സ്പീഡ് എന്ന് പറയാം. ആവറേജ് സ്പീഡ് ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അതും ആവശ്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും. അപ്പൊ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇതിന്റെ ഇടയിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻ ഇൻ ബിറ്റ്വീൻ ദീസ് ടു, അതിന്റെ ഇടയിലുള്ള പൊസിഷനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ, ആവറേജ് വെലോസിറ്റി നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നല്ലൊരു സാധനമാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറയുമ്പോൾ അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന സാധനം, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്ന സാധനം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ ഒന്ന് അറിയണം. അറിഞ്ഞാലേ മനസ്സിലാവും. അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, വാട്ട് ഈസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ഇസ് എ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ ഗിവൺ ഇൻസ്റ്റന്റ്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി എത്ര. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണത് ഇവിടെ നിന്നൊരു കാർ ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു ശരി സാർ. ഞാൻ പറയുന്നു നിങ്ങൾ കറക്റ്റ് 5 o'clock ആകുമ്പോൾ ആ കാറിന്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ കുറച്ച് പേരിരിക്കുന്നു, നിങ്ങളുടെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു 4-5 പേരിരിപ്പുണ്ട്. ABCDEF എന്ന് പറഞ്ഞാൽ 5 പേരിരിപ്പുണ്ട്. 5 പേരെടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ കറക്റ്റ് 4 o'clock ആകുമ്പോൾ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ ശരി സാർ ഞങ്ങൾ കണ്ടുപിടിക്കാം. കറക്റ്റ് 4 o'clock ആയപ്പോൾ കാർ ഇതാ ഇവിടെ എത്തി.
കറക്റ്റ് 4 മണിയായപ്പോൾ. പക്ഷേ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരാൾ ചെയ്തത് ഇവിടെ നിന്ന് ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തിയപ്പോൾ അവന്റെ പൊസിഷൻ മാർക്ക് ചെയ്തു, എന്നിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവന്റെ പൊസിഷൻ മാർക്ക് ചെയ്തു, 5 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ പൊസിഷൻ മാർക്ക് ചെയ്തു. ഇതിനെ ഡെൽറ്റ എക്സ് എന്നെടുത്തു, ആ എടുത്ത ടൈം ഡെൽറ്റ ടി. അപ്പോൾ 4 മണി കഴിഞ്ഞ് അല്പം മൂവ് ചെയ്യാൻ അനുവദിച്ചു. ആ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എക്സ്, അതിനെടുത്ത ടൈമാണ് ഡെൽറ്റ ടി. ഇതെല്ലാവരും ഈ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഡേ എല്ലാവരും വെലോസിറ്റി എടുത്തു എന്ന് പറയാം. വെലോസിറ്റി എടുത്തു. ഞാൻ പറഞ്ഞു ശരി, ആദ്യത്തെ പറയൂ, എങ്ങനെയാണ് നീ വെലോസിറ്റി എടുത്തത്? സാർ, ഞാൻ 4 മണിയായപ്പോൾ പാർട്ടിക്കിൾ ഇവിടുത്തെ ഞാൻ അവന്റെ പൊസിഷൻ മാർക്ക് ചെയ്തു, അല്പം സഞ്ചരിക്കാൻ ഞാൻ അനുവദിച്ചു, അതിനുള്ള ടൈം എടുത്തു. ഞാൻ നീ എത്ര ടൈം? എന്നിട്ട് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഞാൻ എടുത്തു. അപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി. ഞാൻ നീ കൊള്ളാം, നന്നായിരിക്കുന്നു, എത്രയാണ് നീ എടുത്ത ടൈം എത്രയാണ്? അവൻ പറയും ഞാൻ എടുത്ത ടൈം 5 സെക്കൻഡ് എടുത്തു. ഞാൻ പറഞ്ഞു അത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ല. ഞാൻ പറഞ്ഞത് 4 മണിക്കുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നീ 4 മണി കഴിഞ്ഞിട്ട് 5 സെക്കൻഡ്. അപ്പോൾ നമ്മുടെ 5 സെക്കൻഡ് അല്ലേ എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞു 5 സെക്കൻഡ് എടുത്താലും 4 മണിക്കുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നീ 4 മണി കഴിഞ്ഞ് 4 o'clock കഴിഞ്ഞിട്ട് 5 സെക്കൻഡ്സ് കൂടി എടുത്തു. 4 മണി കഴിഞ്ഞു പോയി. അത് ഇൻസ്റ്റന്റേനിയസ് അല്ല. 5 സെക്കൻഡ് എടുത്തു നീ. ഉടനെ അടുത്തവൻ പറയണം, സാർ ഞാൻ 1 സെക്കൻഡ് എടുത്തുള്ളൂ സാറേ, ഒറ്റ സെക്കൻഡ്. 4 മണി കഴിഞ്ഞ് 1 സെക്കൻഡ് നേരത്തേക്കുള്ള ഡിസ്റ്റൻസ് 1 ടൈം എടുത്തു. ഞാൻ പറഞ്ഞു ഓക്കെ, കൊള്ളാം, ഗുഡ്. അപ്പൊ അവൻ്റെത് ഞാൻ പറഞ്ഞു നിന്റേത് ആക്യുറേറ്റ് ആണ്, അവനേക്കാൾ ആക്യുറേറ്റ് ആണ്, പക്ഷെ ശരിയല്ല. കാരണം 4 മണിക്കുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 4 o'clock വെലോസിറ്റി കണ്ടുപിടിക്കണം. നീ 1 സെക്കൻഡ് കൂടി അധികം എടുത്തു. ഉടനെ അടുത്തവൻ പറയും, സാർ ഞാൻ 1/2 സെക്കൻഡ്സ് എടുത്തുള്ളൂ സാർ, 0.5 സെക്കൻഡ്സ്. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, ഇവനേക്കാളും നന്നാണ് ഇവന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. പക്ഷേ അതും തെറ്റാണ്. കാരണം 4 മണിക്കുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 4 o'clock വെലോസിറ്റി കണ്ടുപിടിക്കണം, അല്ലാതെ 4 കഴിഞ്ഞ് 0.5 സെക്കൻഡ്സ് എടുക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത് ഇവൻ പറയും, സാർ ഞാൻ കണ്ടുപിടിച്ചു സാർ. ഞാൻ എങ്ങനെ? 0 ടൈമേ ഞാൻ എടുത്തുള്ളൂ, 0 ടൈമേ ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞു നീ അതെങ്ങനെ എടുത്തു? 0 ടൈമിൽ നിനക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയോ? ഇല്ല. ഞാൻ അവനെ തൂക്കിയെടുത്ത് ഞാൻ തോട്ടിക്കളയും. അവൻ പറഞ്ഞ തെറ്റ്. അവൻ ഇവരുടെ ഇത് കണ്ടിട്ട് അവൻ ആകാംക്ഷ കേടി പറഞ്ഞാണ്, ഞാൻ ഇത് തെറ്റെന്ന് പറഞ്ഞു, ഇത് തെറ്റെന്ന് പറഞ്ഞു, ഇതിനേക്കാൾ ശരിയാണ് ഇതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് തെറ്റെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? 0 ടൈമിൽ ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. 0 ടൈമിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഈ വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് ആകണമെങ്കിൽ, ഈ വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയണമെങ്കിൽ ഡെൽറ്റ ടിയുടെ വാല്യൂ എന്തുമാത്രം ചെറുതാകാമോ അത്രയും ചെറുതാകണം. പക്ഷെ 0 ആകാൻ പാടില്ല. 0 ആയാൽ പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v is equal to ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഒരു കണ്ടീഷൻ ഞാൻ കൊടുക്കുകയാണ്. ലിമിറ്റ് എന്ന് ഇവിടെ മൊത്തം എഴുതേണ്ട സാധാരണ LT എന്ന് എഴുതും. അതിന്റെ അർത്ഥം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0, ഡെൽറ്റ ടി ടെൻഡിങ് ടു 0, 0 ആകരുത്. ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ തെറ്റ്. അതുകൊണ്ട് ഡെൽറ്റ ടി 0യോട് എത്രയും അടുക്കാൻ പറ്റുമോ അത്രയും അടുക്കുമ്പോൾ അവൻ ഇൻസ്റ്റന്റേനിയസ് ആവും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്? dx ഡിവൈഡഡ് ബൈ dt. ഡിഫറൻഷിയേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. ഇതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഇത്രയും എഴുതണം. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി is a velocity of a particle at a given instant of time. That is, instantaneous velocity is equal to limit delta t tending to 0 delta x by delta t. ഇതിനെയാണ് നമ്മൾ എന്ത് ഇൻ കാൽക്കുലസ് ഫോം ദിസ് ഈസ് റിട്ടൺ ആസ് dx ഡിവൈഡഡ് ബൈ dt. ഇതാണ് ഇൻസ്റ്റന്റ്. അപ്പൊ പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. നമ്മൾ അന്ന് അവിടെ ഡിഫറൻഷിയേഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന സാധനം വെലോസിറ്റി ആണെന്ന് അവിടെ നിന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചിരുന്നു. ഇവിടെ പഠിച്ചപ്പോൾ നമുക്കത് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്തെഴുതി? ഇനി അങ്ങനെ തന്നെ പഠിക്കണം. ഇനി വേറെ ഒന്നുമില്ല. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് LT എന്നിട്ടാ മതി. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് dx ഡിവൈഡഡ് ബൈ dt. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. അതൊക്കെ നമുക്ക് പ്രോബ്ലം ഒക്കെ പറ്റിയാൽ ചെയ്യാം.
അത് കഴിഞ്ഞു. ഇനി അടുത്ത സാധനമുണ്ട്. ഇത് അതിനേക്കാൾ സ്പെഷ്യൽ സാധനമാണ് റിലേറ്റീവ് വെലോസിറ്റി. എന്താ റിലേറ്റീവ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഓബ്ജക്ട്. ഇപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് റിലേറ്റീവ് അല്ലാതെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ദാ ഇവിടെ ഒരാളെ ഇങ്ങനെ വരച്ചു. ഞാൻ ഈ വരച്ചയാള് നല്ല ഹൈറ്റ് ഉള്ള ആളാണോ അല്ലയോ? അപ്പൊ നിങ്ങൾ പറയും നല്ല ഹൈറ്റ് ഉള്ള ആളാണ് സാറ് വരച്ചത്. ഇയാൾ നല്ല പൊക്കമുള്ളവരാണ്. ഞാൻ ഇങ്ങനെ വരച്ചാലോ? അപ്പൊ ഇയാൾ നീളം കുറഞ്ഞവനായി. എന്നാൽ ഇങ്ങനെ വരച്ചാലോ? ഇവൻ നീളം കൂടിയവനായി. അപ്പോൾ ഒരാൾക്ക് ഹൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ടേ നമുക്ക് ഹൈറ്റ് പറയാൻ പറ്റും. അതാണ് റിലേറ്റീവ്. എൻ്റെ ഹൈറ്റ്, ഒറിജിനൽ ഹൈറ്റ് പറയുന്നതാണ് അബ്സല്യൂട്ട് ഹൈറ്റ്. വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതാണ് റിലേറ്റീവ് ഹൈറ്റ്. നമുക്ക് റിലേറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മൾ സുമോ ഗുസ്തിക്കാരന്മാരെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? എന്തൊരു വണ്ണം, എന്തുകൊണ്ടാണ്? നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അവനെ വണ്ണമുള്ളവനെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നു നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ ഇച്ചിരി വണ്ണമുള്ള ഒരു എന്താ നമ്മുടെ അടുത്ത് നടന്ന് ഇങ്ങനെ വരുന്നു. ഉടനെ നമ്മളൊരു ഭയങ്കര വണ്ണം തന്നെ അവന്. അപ്പോഴാണ് ഇതാ അപ്പുറത്തുനിന്ന് സുമോ ഗുസ്തിക്കാരൻ താവരുത്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു താവരുന്നു. അവൻ നോക്കിയിട്ട് എന്താ പറയുക? ഇവൻ ആരുടെ നീക്കും? ഭക്ഷണം കഴിക്കാത്തവൻ എന്ന് പറയും ഇവൻ. നമ്മൾ പറയും ഇവൻ ഭയങ്കര വണ്ണമാണെന്ന്. അപ്പൊ ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്നത് റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുക. റിലേറ്റീവ് വെലോസിറ്റി എന്ന് വെച്ചാൽ അത് നല്ല കൺസെപ്റ്റ് കിട്ടാൻ നല്ല പാടാണ്. റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് കിട്ടാൻ നല്ല പാടാണ്. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ബോധമില്ലാത്ത മനസ്സിലിരുന്നാൽ നന്നായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഭയങ്കര ബോധം വേണം. ഈ ബോധമില്ലാത്ത അബോധാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ബുദ്ധി വികസിച്ചിട്ടില്ലാത്തവർ പറയുന്നത് റിലേറ്റീവ് ആണ്. കാരണം ഒരു ബസ്സിനകത്ത് നമ്മൾ പോവുകയാണെന്ന് വരിക. ഒരു ബസ്സിനകത്ത് നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ ബസ്സിനകത്ത് ഇരിക്കുന്ന കൊച്ചുകുട്ടി എന്ത് പറയും? അച്ഛാ ഒരു പോസ്റ്റ് ഓടി ബാക്കിലേക്ക് പോയെന്ന് പറയും. ആ പറഞ്ഞതാണ് റിലേറ്റീവ്. അപ്പോൾ അവൻ ചിന്തിച്ചത് എന്താണ്? ഇവൻ അനങ്ങാതെ ഇരിക്കുകയാണ്, ആ പോസ്റ്റ് ബാക്കിലേക്ക് ഏടിപ്പോയി. അപ്പൊ എപ്പോഴും റിലേറ്റീവ് വെലോസിറ്റി പറയുമ്പോൾ ഒബ്സർവർ എന്ത് ചിന്തിച്ചോണം? ഞാൻ റെസ്റ്റിലാണെന്ന് ചിന്തിക്കണം. പറഞ്ഞു തരാം. അപ്പൊ ഒരു ബസ്സിനകത്തിരിക്കുന്ന കൊച്ചുകുട്ടി എന്ന് പറഞ്ഞു, അച്ഛാ പോസ്റ്റ് ഓടി ബാക്കിലേക്ക് പോയി. അപ്പൊ നമ്മൾ എന്ത് പറയും? മോനെ പോസ്റ്റ് അല്ല ഓടിയത്, പോസ്റ്റ് അവിടെ നിൽക്കുകയാണ്, നമ്മളാണ് മുമ്പോട്ട് പോയത് എന്ന് പറയുന്നതാണ്. അത് റിലേറ്റീവ് അല്ല. ആ കുട്ടി പറഞ്ഞതാണ് റിലേറ്റീവ്. ആ കുട്ടി പറഞ്ഞതാണ് റിലേറ്റീവ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യാണ്, നിങ്ങൾ അവിടെ അനങ്ങാതിരിക്കുന്നു, ഞാനിങ്ങനെ നടക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് സാർ എന്ത് ചെയ്യുന്നു? ഉടനെ നിങ്ങൾ പറയും സാറ് 5 മീറ്റർ പെർ സെക്കൻഡിൽ വലത്തോട്ട് റൈറ്റിലേക്ക് പോകുന്നു. ഓക്കെ. ഇനി ഞാൻ നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. നടക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അവരെന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയാമോ? ഞാൻ അനങ്ങാതെ നിൽക്കുകയാണ്, നിങ്ങൾ ബാക്കിലേക്ക് പോയെന്ന് പറയണം. പക്ഷെ ആക്ച്വലി പോകുന്നത് ഞാനാണ്. ഞാൻ നടക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് പറയും? നിങ്ങൾ ബാക്കിലേക്ക് പോയി എന്ന് ഞാൻ പറയണം. അതാണ് റിലേറ്റീവ്. അപ്പോൾ ഒബ്സർവർ എന്ന് പറയുന്ന ആള് എപ്പോഴും എന്ത് ചിന്തിക്കണം? അയാൾ റെസ്റ്റിലാണ്. ഇപ്പൊ ദാ ഇങ്ങനെ എൻ്റെ 2 കൈകൾ, ഇത് എയും ഇത് ബിയും. എ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവനോട് ചോദിക്കുകയാണ് എ എന്ത് ചെയ്യുന്നു? ഉടനെ പറയും എ മുമ്പോട്ട് പോകുന്നു. എയോട് ചോദിക്കുകയാണ് ബി എന്ത് ചെയ്യുന്നു? അവൻ എന്ത് പറയണം? ഇവൻ അടങ്ങിയിരിക്കുന്നു എന്നല്ല പറയേണ്ടത്. ഇവൻ പറയേണ്ടത് ബി ബാക്കിലേക്ക് പോയെന്നാ പറയണ്ട. ഇവനെ നോക്കുമ്പോഴത്തേക്ക് അവൻ ബാക്കിലേക്കാണ് പോയത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബോധമുള്ളവർ പറയുന്നതല്ല, അബോധാവസ്ഥ. ഇനി നമ്മൾ അബോധാവസ്ഥയിൽ നമ്മൾ വേറൊരു കാര്യമുണ്ട്. അതൊക്കെ ട്രെയിനകത്ത് യാത്രകർക്ക് മനസ്സിലാവും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, നമ്മൾ കയറിയിരുന്നു. 2 ട്രെയിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളപ്പോൾ ട്രെയിൻ പുറപ്പെടുമെന്ന് പറഞ്ഞു. ട്രെയിനിനൊരു പ്രത്യേകതയുണ്ട്. കൂലിംഗ്. ബസ്സൊക്കെ ആണെങ്കിൽ ഒന്ന് കുലുങ്ങിയാണ് മുമ്പോട്ട് യാത്ര ചെയ്യുക. ട്രെയിൻ അങ്ങനെയല്ല, ഇങ്ങനെ അനങ്ങായിരുന്ന മുമ്പോട്ട് നീങ്ങിക്കളയും. നമ്മൾ അറിയില്ല. അപ്പം നമ്മൾ ട്രെയിനകത്തിരുന്ന് പിന്നെ കപ്പലിൻ്റെയോ വല്ല കുറച്ച് ഇങ്ങനെ വാചകമൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇരിക്കുന്ന സമയം നമ്മൾ നോക്കുമ്പോൾ ഈ ട്രെയിൻ ബാക്കിൽ, ശരിക്കും എങ്ങനെയാണ്? ഇയാൾ മുമ്പോട്ട് പോവുകയാണ്. ഇയാൾ നോക്കിയപ്പോൾ ഈ ട്രെയിൻ ബാക്കിലേക്ക് പോകുന്നതായിട്ട് തോന്നി. അപ്പോൾ അയാൾ ഇങ്ങനെ അപ്പോൾ നമ്മൾ ആ ട്രെയിൻ പോയി. തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് ഇവിടുത്തെ കടകളൊക്കെ പുറകോട്ട് പോകുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കടകൾ മൂവ് ചെയ്യില്ല. അപ്പൊ ആ ട്രെയിൻ അല്ല മൂവ് ചെയ്തത്, നമ്മളാണ് പോയപ്പോൾ ആ ട്രെയിൻ 2 ബാക്കിലേക്ക് പോയതായിട്ട് നമുക്ക് തോന്നുകയാണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? ഇതൊക്കെ ട്രെയിനകത്ത് യാത്ര ചെയ്തവർക്ക് പിടികിട്ടും. നമ്മൾ റിലേറ്റീവായിട്ട് ബോധമുള്ള സമയത്ത് നമ്മൾ റിലേറ്റീവായിട്ട് പറഞ്ഞൊരു ഒറ്റ സാധനമേ ഉള്ളൂ. ബോധമുള്ള സമയത്ത് പോലും റിലേറ്റീവ് എന്ന് പറയുന്നത് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് പോയി അസ്തമിക്കും. സൺ റൈസസ് അറ്റ് ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് അറ്റ് വെസ്റ്റ് എന്ന് പറയും. ചുമ്മാതെ
നമ്മളാണ് കറങ്ങുന്നത്, സൺ അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് തോന്നുന്നത് സൺ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ പോയി അസ്തമിച്ചതായിട്ട് നമുക്ക് തോന്നുന്നു. അത് മാത്രമാണ് നമ്മൾ റിലേറ്റീവായിട്ട് പറഞ്ഞ എൻ്റെ അറിവിലുള്ളത്. കാരണം അവിടെ സൺ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മളാണ് കറങ്ങുന്നത്. അപ്പൊ പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മൾ അനങ്ങാതെ നിൽക്കുകയാണ്, സണ്ണാണ് പോകുന്നത് നമ്മൾ പറയുന്നു. ദാറ്റ് ഈസ് റിലേറ്റീവ്. അപ്പൊ റിലേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കാൻ നല്ല പാടാണ്. റിലേറ്റീവ്. അപ്പൊ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഒബ്സർവർ ആരാണോ അവൻ ചിന്തിക്കേണ്ടുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ എയും ബിയും ശ്രദ്ധിച്ചോണം, ഞാൻ പറയാം. എ എന്ന് പറയുന്ന ബസ് ഇങ്ങോട്ടേക്ക് പോകുന്നു വിത്ത് എ വെലോസിറ്റി 50. ബി എന്ന് പറയുന്ന ഒരു ബസ് ഇങ്ങോട്ടേക്ക് പോകുന്നു വിത്ത് എ വെലോസിറ്റി 70. അപ്പൊ ഈ ബസ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ പോകും. ഇയാൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. പോകുമ്പോൾ ഇയാൾ എന്ത് പറയുമെന്നറിയാമോ? ഈ ബസ് റൈറ്റിലേക്ക് പോകുമെന്ന് പറയും. പക്ഷെ ഇവൻ പറയുന്നത് എന്താണ്? ഇവൻ എന്താ പറയേണ്ടതെന്ന് അറിയാമോ? ഈ ബസ് ബി അല്ലെങ്കിൽ എ ബാക്കിലേക്ക് പോയെന്ന് പറയണം. പക്ഷെ ആക്ച്വലി ബി എ അനങ്ങുന്നില്ല. ഇവൻ പറയേണ്ടത് ഞാൻ അനങ്ങാതിരിക്കുകയാണ്, എ ബാക്കിലേക്ക് പോയെന്ന് അവൻ പറയണം. ഇങ്ങനെ പോകുമ്പോൾ അവൻ പറയേണ്ടത് ഇവൻ മുമ്പോട്ട് പോയെന്ന് പറയണം. ഇവൻ പറയേണ്ടത് ഇവൻ ബാക്കിലേക്ക് പോയി ഞാൻ അനങ്ങാതെ ഇരിക്കുകയാണെന്ന് അവൻ പറയണം. ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ്. ഇത്രയും വരെ മനസ്സിലാക്കാൻ പറ്റിയാൽ മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഇഫ് വി എ ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു എ ആൻഡ് അനദർ ബോഡി ഈസ് ഈക്വൽ ടു വി, then what is the relative velocity of A with respect to B എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം VA minus VB with vector form. അതിന്റെ അർത്ഥം എയുടെ വെലോസിറ്റിയിൽ നിന്നും ബിയുടെ വെലോസിറ്റി വെക്ടർ സബ്ട്രാക്ഷൻ നടത്തിയാൽ കിട്ടുന്നതാണ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. വെക്ടർ അറിയണം. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ആര് പറയുന്നോ അവന്റെ വെലോസിറ്റി മറ്റേവന്റെ വെലോസിറ്റിയിൽ നിന്നും മൈനസ് ചെയ്യുക. എങ്ങനെ മൈനസ് ചെയ്യുക? വെക്ടർ സബ്ട്രാക്ഷൻ നടത്തുക. അത് വെക്ടർ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു VA minus VB. Velocity of B with respect to A is equal to VB minus VA. Vector subtraction root of A square plus B square minus 2AB cos theta. അത് വെക്ടർ എന്ന് പറയുന്ന സാധനം പഠിക്കുമ്പോൾ പഠിച്ചോളാം. തൽക്കാലം ഇത്രയും മതി. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെലോസിറ്റി? ഏതൊക്കെയായിരുന്നു നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ആൻഡ് റിലേറ്റീവ് വെലോസിറ്റി. Uniform velocity, if a particle travel equal distance in equal intervals of time, then the body is said to be moving with uniform velocity. രണ്ടാമത്തത് average velocity. Total displacement by total time is called average velocity. മൂന്നാമത്തത് instantaneous velocity. It is a velocity of a particle at a given instant of time. Next, relative velocity. It is a velocity of a body with respect to another body. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, അവർ തമ്മിലുള്ള ഡിഫറൻസുകൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെലോസിറ്റി, ഇത്രയും നമ്മളായി. ഇനി നമുക്ക് വെലോസിറ്റി കൂടിയാൽ ദാറ്റ് ഈസ് ആക്സിലറേഷൻ. അത് നമുക്ക് ഇത്രയും നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ഇതിന്റെ ഗ്രാഫുകളൊക്കെ കുറെ പഠിക്കാനുണ്ട്. ഗ്രാഫിൻ്റെയൊക്കെ കുറെ വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ നോക്കിക്കോണം, പഠിച്ചോണം. ഇത് കഴിഞ്ഞ് ഇതിന്റെ ഗ്രാഫുകൾ നമുക്ക് അവസാനം കുറച്ച് നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഇതിന് ശേഷമുള്ളത് ബാക്കിയെടുക്കാം. എല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഓക്കെ, ബൈ.